ഇത് മത്സരങ്ങളുടെ കാലമാണ്. എല്ലാ മേഖലയിലും മത്സരമാണ്. അത് രാഷ്ട്രീയത്തിലാവട്ടെ, മതത്തിലാവട്ടെ, സാംസ്കാരിക പ്രവർത്തനങ്ങളിലാവട്ടെ, സാഹിത്യ മേഖലയിലാവട്ടെ, ഇനി വിദ്യാർത്ഥികൾക്കിടയിൽ അവർ പഠിക്കുന്ന കാര്യത്തിലാവട്ടെ, അവരുടെ കലാമേഖലയിലാവട്ടെ, എല്ലായിടത്തും മത്സരമാണ്. ഈ മത്സരത്തിൻ്റെ സ്വഭാവം എന്നത് പണ്ട് ഒരു അധ്യാപകനും ഫിലോസഫറും കൂടി കാട് കാണാൻ പോയി. അവർ അടുത്ത സുഹൃത്തുക്കളായിരുന്നു, ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു ഈ അധ്യാപകനും ഫിലോസഫറും. രണ്ടുപേരും കൂടി പല യാത്രകളും നടത്തിയിട്ടുണ്ട് മുന്നേ. അങ്ങനെയാണ് ഈ കാട് കാണണമെന്ന ആഗ്രഹം അവർക്കുണ്ടാവുകയും അവർ കഴിക്കാനുള്ള അതുപോലെ കുടിക്കാനുള്ള വെള്ളം, കഴിക്കാനുള്ള ആഹാര പദാർത്ഥങ്ങളൊക്കെ എടുത്ത് രണ്ടുപേരും കൂടി കാട് കാണാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. നടന്ന് ഉൾക്കാട്ടിലെത്തി. കാടിൻ്റെ വന്യമനോഹരമായ ആ സൗന്ദര്യമെല്ലാം ആസ്വദിച്ച് അവരിങ്ങനെ നടക്കുകയാണ്. കൈകൾ കോർത്ത് പിടിച്ച് പഴയ കഥകൾ പറഞ്ഞ്, ഈ കാട് ഇതിനു മുൻപേ നമ്മൾ കാണേണ്ടതായിരുന്നുവല്ലോ, വൈകിപ്പോയല്ലോ എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരിങ്ങനെ നടക്കുന്ന സമയത്താണ് ദൂരെ രണ്ട് കണ്ണുകൾ അവർ കാണുന്നത്. അതൊരു പുലിയായിരുന്നു. ആ പുലി അവർക്ക് ഉറപ്പായി, അവരെ ആക്രമിക്കുമെന്ന് അവർക്ക് ഏകദേശം ഉറപ്പായി. പുലിയെ ഈ അധ്യാപകനും ഫിലോസഫറും കണ്ടു. പുലി ഇവരെയും കണ്ടു. പിന്നെ ഒന്നും ചെയ്യാനില്ല. അവർ ഓടാൻ തുടങ്ങി. ഓടി വേഗത്തിലോടി. അവരോടുന്നതിൻ്റെ പുറകിലായി പുലിയും ഓടി. പുലിയുടെ ലക്ഷ്യം ഇവരെ പിടിക്കുക, പുലിക്ക് അന്നത്തെ അന്നമായി എന്നുള്ളതാണ് പുലിയുടെ മനസ്സിലുണ്ടായ വികാരം. അങ്ങനെ ഓട്ടം തുടർന്നു. അപ്പോൾ ഈ അധ്യാപകൻ ചോദിച്ചു, ഈ ഓട്ടം നമ്മൾ എത്ര നേരം ഓടും? നമുക്ക് ഓടി ഈ പുലിയെ തോൽപ്പിക്കാൻ പറ്റുമോ? നമ്മൾ ഈ പുലിക്ക് കീഴടങ്ങേണ്ടി വരുമല്ലേ? നമ്മുടെ ജീവിതം ഇവിടെ വെച്ച് തീർന്നു പോകുമല്ലോ എന്ന് അധ്യാപകൻ ഫിലോസഫറോട് പറഞ്ഞു. ആ സമയത്ത് ഫിലോസഫർ തിരിച്ചു പറഞ്ഞത് എന്താണെന്നറിയുമോ? ഫിലോസഫർ പറഞ്ഞു, ആരാണ് പുലിയെ തോൽപ്പിക്കാൻ ഓടുന്നത്? ഞാൻ താങ്കളെ തോൽപ്പിക്കാനാണ് ഓടുന്നത്. താങ്കളെ ഞാൻ തോൽപ്പിച്ചാൽ ഞാൻ രക്ഷപ്പെട്ടു. എൻ്റെ ജീവിതം സുരക്ഷിതമായി. താങ്കളെ പുലി പിടിച്ചുകൊള്ളും. താങ്കളെ പുലി പിടിക്കുന്ന ആ സമയം കൊണ്ട് എനിക്ക് ഓടി ഇവിടുന്ന് രക്ഷപ്പെടാം. പറഞ്ഞത് തൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ് എന്നത് നമ്മൾ മറക്കരുത്. ഇതാണ് മത്സരത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. ഈ രീതിയിലുള്ള മത്സരമാണ് ഇന്ന് നമുക്ക് ചുറ്റും നടക്കുന്നത് എന്ന് പറയുന്നത്. അതുകൊണ്ട് സദാ ജാഗ്രതയായിരിക്കുക എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടത്.